നമുക്ക് ഈ ബാത്റൂമിൽ പോകണം. അതിൽ ആൾക്കാർ പോകണ്ട. നമുക്ക് നമ്മൾ ബോർഡറൊക്കെ എത്തിക്കണം. ഇവിടെ ടിക്കറ്റ് എടുക്കണം 50 രൂപ. പിന്നെ അറസ്റ്റ് ചെയ്യാൻ നിൽക്കല്ലേ. ഞാൻ PG ട്രാവലിക്കാണ്. എല്ലാതും ക്ലിയർ ആയിങ്ങാണ്ടാണ് വരുന്നത്. ക്ലാസ്സില്ലാതെ മാത്രമേ ഉള്ളൂ. കാട്ടിൽ പോകാനും വേണം പൈസ. നമുക്ക് പോയി നോക്കാം എത്ര ടിക്കറ്റൊക്കെ ഇവർ വാങ്ങണത്. നെടുങ്കായത്താണുള്ളത് കേട്ടോ. ഡോസൻ സാഹിബിൻ്റെ ശ്മശാനം. മോൻ അവിടെ എന്തൊക്കെ തട്ടിത്തടഞ്ഞ് വീണോ മരിച്ചിരിക്കണം. അപ്പോൾ ഓൻ്റെ ഇതൊക്കെ ഒന്ന് കാണാൻ പോവുകയാണ്. അപ്പോൾ ഏകദേശം 50 രൂപ ടിക്കറ്റ്, വണ്ടിക്ക് 50, അങ്ങനെ 100 രൂപ. നട്ടുച്ച 2 മണി കേട്ടോ. ഭയങ്കര ചൂടാണ്. ഏപ്രിൽ പകുതിയായി ഇപ്പോൾ ഏകദേശം ഡേറ്റൊക്കെ. ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ വെള്ളം കൊണ്ടല്ലാതെ ഈ ഭാഗത്തേക്ക് വരരുത്. ഒന്നാമത് ഈ ഭാഗത്ത് ഒരു ചുക്ക് കാണാനില്ല. ഇനിയിപ്പോൾ ഉള്ള ഞാൻ എന്താ അത് കാണിച്ച് നിങ്ങൾക്ക് തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വരേണ്ട നിങ്ങൾ തന്നെ തീരുമാനിച്ചോളി. 2 സൈഡും കാടാണ്. പുലികൾ, ആനകൾ, സകല കണ്ണ് കണ്ട സകല ജന്തുക്കൾ ഈ ഒരു പരിസരത്തുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റക്കാണ് പോകുന്നത്. എൻ്റെ കൂടെ ആരുമില്ല കേട്ടോ. അപ്പോൾ പേടിച്ചാണ് ഞാൻ പോകുന്നത്. വല്ല പുലിയോ കടുവയോ മാനോ സിംഹമൊക്കെ വന്ന് ചാടിയാൽ ഒരു രക്ഷയില്ല. ഇത് കണ്ടങ്ങൾ തേക്കാൾ മുറിച്ചുങ്ങാട് ഉണക്കാട്ടക്ക, മറ്റേ മീൻ ഉണക്കാട്ട മാതിരി. ഇത് 2 കണ്ടം കിട്ടിയപ്പോൾ നമുക്ക് കൊണ്ടുപോയി വിറ്റുങ്ങാട് നമുക്ക് 2 മാസം യാത്ര ചെയ്ത് നടക്കേനു. പക്ഷെ തരൂല, അങ്ങനെ തന്നെയാണ്. തിന്നൂല, തീറ്റിച്ചില്ല. അങ്ങനെ കിടക്കും. അത് അങ്ങനെ ദ്രവിച്ചുങ്ങാണ്ട് നാർക്കെങ്കിലും കത്തിച്ചാൽ കൊടുക്കും, അതും കൊടുക്കൂല. അതങ്ങനെ കിടന്നുങ്ങാണ്ട് കിളി വാറി ഇങ്ങനെ കിടക്കുക. ഇനിയിപ്പോൾ എന്താണ് അവിടെ പ്ലാൻ എന്ന് നമുക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് അറിയണോണ്ടെങ്കിൽ പറഞ്ഞോളൂ, അറിയില്ല. ഫോറസ്റ്റുകാരെ വണ്ടി ഇതാ ചീറിപ്പാഞ്ഞ് വരുന്നത്. നമ്മളെ പിടിച്ചോണ്ട എല്ലാം ക്ലിയറാ. നമ്മളെ കുട്ടിമാനെ അവിടെ പാർക്ക് ചെയ്തിരുന്നു കേട്ടോ. നമ്മളെ ഹെൽമെറ്റ് കജ്ജി പിടിച്ചിട്ടോ. ഹെൽമെറ്റ് ഞാൻ അതിൽ കൊണ്ടുപോകണമെന്ന് പേടിച്ചിട്ടല്ല, കൊണ്ടുപോകുകയാണെങ്കിൽ 1000 രൂപ അത് പിക്കോട്ടെ ചെയ്താൽ. പക്ഷെ എന്താണോ രസം. ഇന്ന് ബുധനാഴ്ച കേട്ടോ. നട്ടുച്ച 2-2:15 സമയമായി. സകല ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. വെയിലും കൊണ്ട് ഇവിടെ വന്നുകാണ്ട് വെള്ളം കിട്ടാതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കണ്ടല്ലോ ആൾക്കാരൊക്കെ. എന്തായാലും ഞാനും ഇതേമാതിരി വന്നിക്കിടും. അതെല്ലാം അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ മറ്റേ ടീമുകളൊക്കെ ഉണ്ട് കേട്ടോ, ഗാർഡുകളൊക്കെ ഉണ്ട്. ഇവർ ഭയങ്കര സുരക്ഷ കേട്ടോ. പോയി കറങ്ങാൻ പറ്റൂല, അങ്ങോട്ട് ചാടാൻ പറ്റില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടാൻ പറ്റൂല, അവിടെ മറിയാൻ പറ്റൂല. അങ്ങനെ ഉപദേശിക്കുന്നുണ്ട് നമ്മളെ. 1938 നിർമ്മിച്ച പാലുണ്ട് കേട്ടോ അവിടെ. ആ സൈഡിലാണ് ആ ചങ്ങായി വീണുകാട് മരിച്ചത്. നമുക്ക് ഇനി പാലത്തുമ്മ കൂടെ ഇങ്ങനെ നടന്ന് പോകട്ടോ. ഈ കാണണേ പൊയിലാണ് ആ സായിപ്പ്. എത്തോൻ്റെ പേര് മൂപ്പര് മരിച്ചത്. അപ്പോൾ നമ്മൾ ഇറങ്ങാനയക്കൂല. ഞാൻ നല്ല ചാട്ടക്കാരനാണ്, മറിഞ്ഞ് ചാടും. പക്ഷേ ഇവരോട് ഞാൻ പറഞ്ഞു ചാടിച്ചാൻ പറ്റുമോ. അപ്പോൾ ഇന്നോട് ചാടേണ്ട അറിഞ്ഞോട്, അത് നീന്താൻ വയ്ക്കുന്ന കാര്യമൊക്കെ ചാറിയാന്നൊക്കെ പറഞ്ഞോട്. പിന്നെ നമ്മളെന്താണോ ഇനി ചാടണ്ട, ഞാൻ ചാടാൻ വേണ്ടി പോകുന്നതാണ് അവിടെ. പക്ഷെ എന്താ ചെയ്യുക, ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലട്ടോ. 1933 കണക്ക് കൂട്ടി നോക്കി 2026. അപ്പോൾ ആ ഒരു പഴക്കമുണ്ടാവും ഈ ഒരു പാലത്തിന്. പല ആളുകളും ഇവിടെ വന്നുകാണ്ട് ഫോട്ടോസ് അത് ഇത് കണ്ട സാധനമൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ധൈര്യമായിട്ട് എടുക്കുക. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലല്ലേ, 33 ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ എന്താ പറയുക, ഈ പാലൊക്കെ ഇതിൽ നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട. കുട്ടികളൊക്കെ ചാടിയ കുഴപ്പമൊന്നുമില്ല, വള്ളത്തേക്കാണ്. വലിയ വരിക്കുണ്ടാവില്ല, അജ്ജും കാലും ഓടിയും തന്നെ ഉള്ളൂ. ഇവിടുത്തെ ആൾക്കാരാട്ടോ ആടുന്ന് തീറ്റി എടുക്കുന്നത്. അതിനെക്കാട്ടിലും സാറായിട്ട് തീറ്റും ചെയ്യും, ഇവിടെ ചാടും ചെയ്യും ഈ വളല തുറത്തി. അപ്പോൾ ചാടാനൊക്കെ ഉള്ളത് അതാണ് വെച്ച് ഭയങ്കര സങ്കടം. അതാ പാലത്തിൻ്റെ അപ്പുറത്തൊരു കാടും. പിന്നെ ആൾക്കാരെ കൂടെ പോയി ഇറങ്ങണ്ടോ നോക്കി ഇരിക്കരെ. പുഴയിലേക്ക് ഇറങ്ങാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ചൊയ്യും മറ്റേ മറിച്ചൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്കറിയാം. കാരണം ഇപ്പോഴത്തെ ഏതൊരു ചെക്കൊരു ഇവിടെ വന്ന് മരിച്ചിരിക്കുന്നു. നീന്താൻ വയ്ക്കാതെ ഓനാട് സ്ലിപ്പായിങ്ങാണ്ട്. ഇവൻ്റെയൊക്കെ പണി കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ചാടാൻ പറ്റാത്ത സ്ഥിതി ആയത്. 1933 38 ഇംഗ്ലീഷുകാരനായ ഫോറസ്റ്റ് എഞ്ചിനീയർ ഈ കയത്തിൽ തൂങ്ങി മരിച്ചതാണ് രേഖാമൂലങ്ങളായത്തെ വിവരം. അതിനുശേഷം പല സന്ദർശകരും ഈ കയത്തിൽ നിന്നും വായും കൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട്. നിർഭയം കൊണ്ട് ഈ കയത്തിൽ, ചുരുക്കി പറഞ്ഞാൽ ആ വള്ളത്തിൽ പോയി ചാടരുത്. അതിൽ ഭയങ്കര സംഭവമുണ്ട്. ആനക്കുട്ടി ഉണ്ട്, കോഴിക്കുട്ടി ഉണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഒരു ചുക്കൂല കേട്ടോ, ഒരു കുണ്ടുമില്ല. വള്ളം തെളിഞ്ഞ് കാണുന്നുണ്ട്. സാധാ ചാലിയാർ പോയാൽ പിന്നെ ഓൻ കട്ടക്കാത്തിൽ നീന്താൻ വയ്ക്കാതെ വീണിന് നമ്മളെന്താ കാട്ടുന്നത്. നമ്മളൊക്കെ പറഞ്ഞാൽ പുഴയിൽ നിന്ന് ജനിച്ചു വളർന്ന ആളുകളല്ലേ. അപ്പോൾ നമുക്കതൊന്നും വലിയ വിഷയമല്ല. പക്ഷെ പിന്നെന്താണോ ഓല ഇതിനെ അംഗീകരിക്കാത്ര തന്നെ. ഏകദേശം 1 കിലോമീറ്ററോളം ഞാൻ നടന്നു കേട്ടോ. നടന്നപ്പോൾ അതാ പാണ്ടിക്കാട്ടിക്ക് അങ്ങോട്ട്, നിലമ്പൂർക്ക് അങ്ങോട്ട്, കാളിയൊക്കെ അങ്ങോട്ടൊക്കെ റോഡിൽ കാണുന്നത്. അപ്പോൾ ഡോസ സാഹിബ് ഇവിടെ കേട്ടോ എൻ്റെ കേന്ദ്രം. ഇവിടെ ഇതാണ് നമ്മളെ കാളിയൊക്കെ പോണ റോഡ്. ഈ റോഡിൽ കൂടെ പോകാൻ പറ്റില്ല, അവിടെയൊക്കെ ബ്ലോക്കാണ്. അവിടെ
ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് മറ്റേ ടീമാണ്ടല്ലോ, എന്തേതാണ് ഈ ഭാഗം ചോലനായ്ക്കർ ഈ ഭാഗം താമസിക്കുന്ന ഭാഗമാണ്, അവിടേക്ക് നമുക്ക് പ്രവേശനമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോസൻ സാഹിബിൻ്റെ ശ്മശാനത്തിലേക്കുള്ള വഴി കേട്ടോ. കുറേ ആളുകൾ വരുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, പല പല ആക്ടിവിറ്റീസും നടത്തുന്നുണ്ട്. PJ ട്രാവലിക്ക് പലവട്ടം ഏരിയയിൽ വന്നതാണ്. ഞാനന്ന് വീഡിയോ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഒന്നും നോക്കുക എന്താണ് സാഹിബ്. നമ്മളെ കയത്തിൽ വീണ മഹാനായ ഡോസൻ സാഹിബിൻ്റെ ഫോട്ടോ ആട്ടെ കാണുന്നത്. ആളൊരു നരിനെയാണ് കേട്ടോ. നമ്മൾ കരിയൊന്ന് എൻട്രിയിൽ മോൻ്റെ ഒരു സ്തൂപുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ആ ചക്രവർത്തിയുടെ ശ്മശാനം. മുന്നിൽ തന്നെ ഒരു പാറ കൊണ്ടൊരു സംഭവം, ചെറിയൊരു ഡിസൈനിങ്ങിലും അവൻ്റെ ഹിസ്റ്ററിയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലാണ് അവൻ്റെ ശ്മശാനം കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡുകളിലൊക്കെ നമുക്ക് ഇരുന്ന് കാണ്ട് നമുക്ക് ഡോസൻ സാഹിബിന് വേണ്ടി പ്രാർത്ഥിക്കുക, എന്ത് വേണമെങ്കിൽ നടത്താം, അഞ്ഞ് വേണമെങ്കിൽ ഫോട്ടോ എടുക്കുക, എന്തും ചിലപ്പോൾ കയറിക്കാന്ന് പറ്റില്ല കേട്ടോ. അപ്പോൾ പോലെ സ്വഭാവം മാറും. അങ്ങനെ ഞാൻ ഡോസൻ സാഹിബിനെ കുറേ നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ കണ്ടു. അപ്പോൾ കുറേ ആൾക്കാർ വന്ന് ഡോസൻ സാഹിബിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഏതോ ഒരു സാഹിബ് അവിടെ വന്ന് കാണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഓന് ഇവിടെ നമ്മുടെ നാട്ടിൽ നല്ലൊരു അംഗീകാരം എന്നാ പറയാം. അപ്പോൾ നമ്മളിങ്ങനെ പോന്നപ്പോൾ ഒരു വീട് കണ്ടു. ചിലപ്പോൾ അത് ഡോസൻ സാഹിബിൻ്റെ വിലയൊക്കെയായിരുന്നു. പണ്ട് ഡോസൻ സാഹിബ് ആ സമയത്തൊക്കെ ഇവിടെ വന്ന് കാണ്ട് ഇങ്ങനെ പല പല നായാട്ടും നടത്തിയേക്കും. അപ്പോൾ ഇവിടെ ചോരുമൊക്കെ നോക്കുമ്പോൾ സകല എഴുത്തും കുത്തൊക്കെ നമ്മുടെ പിള്ളേർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മലപ്പുറത്തുകാരല്ലേ, ഒരു രക്ഷയില്ല, അതൊക്കെ എഴുതി വെച്ചിരിക്കണം. ചിലപ്പോൾ ഇത് ഡോസൻ സാഹിബിൻ്റെ പഴയ വീടാക്കാരം, ചിലപ്പോൾ ഡോസൻ സാഹിബിൻ്റെ കക്കൂസൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ ഞാൻ ഈ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി പോയപ്പോൾ ഇതാ പ്ലാസ്റ്റിക് ഇടാൻ പറ്റി നല്ലൊരു സെറ്റപ്പ്. അപ്പോൾ എല്ലാവരും പ്ലാസ്റ്റിക് ഇതിൽ കൊണ്ട് വിക്ഷേപിക്കുക. അപ്പോൾ അങ്ങനെ പോയപ്പോഴാണ് ഒരു ഹോട്ടലിലൊരു മരം കണ്ടത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ അതിനൊരു ചരിത്രമുണ്ട്, ഡോസൻ സാഹിബിൻ്റെ ചരിത്രം. ഒരു ദിവസം സാഹിബ് ഇതിൻ്റെ പാഞ്ഞു. അപ്പോൾ അവിടെ അതിനൊക്കെ ചരിത്രമൊക്കെ ഉണ്ട്, ഞാൻ ഉണ്ടാക്കിയതാണെങ്കിലും. അപ്പോൾ അവിടെ വന്ന് നിന്ന് നോക്കിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാഴ്ചകളൊക്കെ. ഏതായാലും മരം കടിപൊളി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഞാൻ സൈഡിലേക്ക് അങ്ങനെ പോയി നോക്കാം, അവിടെ എന്തൊക്കെയാണ് ഉള്ളത് ഒന്ന് പോയി നോക്കാം. ആ ഭാഗത്ത് കൂടെ എൻട്രി കാര്യങ്ങളൊന്നുമില്ല, ഞാൻ കണ്ടാൽ പിടിക്കും. പിന്നെന്താണോ ഞാൻ പറഞ്ഞാൽ കേൾക്കൂല, ഞാൻ അങ്ങനെ തന്നെയാണ്. ഞാൻ അങ്ങനെ പോയി നോക്കട്ടെ. അവിടെ ഒരു ആനപ്പക ഉണ്ടല്ലോ, ആനപ്പക. എന്തൊക്കെ ആനപ്പക പോയി നോക്കല്ലേ. ശരിക്കും പറഞ്ഞാൽ നെടുങ്കാലത്തേക്ക് ആരും വരണ്ട കേട്ടോ. വെറുതെ തീരാണ്, വെറുതെ പൈസയും കൊടുത്ത് 50 റുപ്യ വണ്ടിക്ക് പാർക്കിങ് കൊടുത്ത് 50 ടിക്കറ്റ് കൊടുത്ത് 100 റുപ്യയും കൊടുത്ത് വന്നാലേ ഒരു ഫാമിലി കൊണ്ടൊക്കെ വന്നാൽ ട്രൗസർ പോയി പോകും. കാരണം കാണാണ്ടോ അതില്ല. സായിപ്പ് കൂടോ നീച്ചതോ അതൊന്നും കാണാനും പറ്റില്ല. പണ്ടൊരു തോടയാണ് കേട്ടോ. സായിപ്പ് ഈ തോട്ടോട് കുറേ ഇറങ്ങി കുളിച്ചിരിക്കുന്നു. പിന്നെ സായിപ്പ് കുളിച്ച് കഴിഞ്ഞാൽ നേരെ സ്റ്റെപ്പ് കരിങ്ങാണ്ട് ഇങ്ങനെ കരിപ്പോവും, സ്റ്റെപ്പ് കരിങ്ങാണ്ട്. എന്നിട്ട് ഇത് സംഭവം സ്കൂളെ ബാലവാടിയാ. പണി സായിപ്പ് കണ്ട് പഠിച്ച ബാലവാടിയോ ഇതിലൊക്കെ ആക്കാനോ. അതായത് ബാലവാടി കൂടെ പോയി നോക്കുക. സായിപ്പ് ഇവിടെ തന്നെ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ബാലവാടി, ഇത് സായിപ്പിൻ്റെ സ്കൂള്, അങ്ങനെയൊക്കെയാണ് സംഭവം. ഇവിടുത്തെ സ്കൂളാട്ടോ. തീവണ്ടിയാണ്, വാണിയമ്പലത്തെ തീവണ്ടി ഇവിടെ കൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ PV അബ്ദുൽ വഹാബ് MTയുടെ അഗതി ആസ്തി വികസന ഫണ്ട് 2015-16 ഉപയോഗിച്ച് ട്രൈബൽ ബദൽ സ്കൂൾ കെട്ടിയത് നെടുങ്കായം. അത് നെടുങ്കായത്തെ സ്കൂളാട്ടോ. ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയോട്ട് ഇപ്പോൾ ഒന്നുമില്ല. കുട്ടികൾക്ക് ഫുള്ള് കളിച്ചാലും ഉല്ലസിക്കാനൊക്കെ പറ്റിയ സ്പോട്ടുണ്ട് കേട്ടോ. ഇവിടെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, വീടുകളൊക്കെ ഉണ്ട്. ഇതിൽ പോയാൽ ചോറാകുമോ? കുട്ടികളുടെ കളി. ഇതെന്താ സംഭവം? ഇത് കയറിങ്ങാണ്ട് ഇങ്ങനെ പോയിങ്ങാണ്ട് ആ വലിയ കൂടെ ഇങ്ങനെ കയറി കുട്ടികളെ കളിച്ചാൽ സംഭവം കേട്ടോ. കുട്ടികളൊന്നും ഇവിടെ ഇല്ലേ, കാരണം നമുക്കത് ഒരു ഉപയോഗിക്കാത്ത മാതിരി വേണമെങ്കിൽ പൂട്ടിയപ്പോൾ കുട്ടികളിലായിട്ടൊക്കെ ഇനിയിപ്പോൾ കഥ പറക്കണ് എവിടുക്കണോ. ഇരുമ്പാട്ടോ, മരത്തിൻ്റെ വേറെ നല്ല ഇരുമ്പാണ്, ഇരുമ്പ്. ഈ പാലത്തുമ്പോൾ നേരെ സായിപ്പ് വള്ളത്തിൽ കളി ചാടി. സായിപ്പ് മേലക്ക് അങ്ങോട്ടൊരു വെള്ളം പോവുക, അങ്ങോട്ടാ എന്താ ഏതോ ഭാഗത്ത് പോയി കാണും. സായിപ്പ് അവിടെ പോയി. അതന്നെ ഈ ഒരു പുഴയിലാണ് നമ്മുടെ സായിപ്പ് 1933 വീണുകാണ്ട് നല്ല വെള്ളം വരുന്ന സമയത്താണ് അവന് ഒഴുക്കിൽപ്പെട്ട് പോയത്. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം കുറേ 2-3 ആൾക്കാർ വേറെ മരിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് പുഴക്കാർക്ക് നിർത്തലാക്കിയത്. അപ്പോൾ നമ്മളേ ഇവിടെ ഇറങ്ങട്ടോ. ഡോസൻ സായിപ്പ് ഇവിടെയാണ് വീണത്. വീണുകാണ്ടോ മരിച്ചിട്ടുണ്ടായത്.
ഓൻ്റെ മരണം കൊണ്ട് നമുക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാതായി. അപ്പോൾ ഡോസൻ സാഹിബ് ഈ വെള്ളത്തിലാണ് വീണ് മരിച്ചത്. നീന്താൻ വെയ്ക്കൂല എന്ന് പറഞ്ഞത്. നീന്താൻ വെയ്ക്കൂലെങ്കിൽ നീന്തൊക്കെ പഠിച്ചിട്ട് വേണ്ട ഇറങ്ങാൻ. ഇവരെന്തൊക്കെ എന്ത് പണി കാട്ടിയതാവും. പക്ഷെ മൂപ്പര് ഇറങ്ങിയത് പെരും വെള്ളത്തിലാണ്. മഴത്ത് ഇങ്ങനെ പെയ്തു കൊടുക്കുന്ന സമയത്ത് മൂപ്പര് ആളെയും കണ്ട് കുളിച്ചാൻ പോയതാണ്, ഒലിച്ചു പോയതാണ്. നമുക്കിവിടെ മുഖം കൈക സായിപ്പ് വീണേരിയാണ്. നമ്മൾ വീണാലും നമുക്കൊന്നും പറ്റില്ല, കാരണം നമുക്ക് നീന്താൻ വെക്കും. അതന്നെ. അപ്പോൾ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലട്ടോ, അതായത് 31 ഉണ്ടാക്കിയ പാലാണ്. പഴക്കുണ്ട്. നമുക്ക് ഈ ബാത്റൂമിൽ പോകണം. അതിലാൾക്കാർ പോകണ്ട. നമുക്ക് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇറങ്ങണത് പാൾട്ടാണ്. പോയി കുപ്പിയിൽ വെള്ളം നിറച്ച് കൊണ്ടുപോവുക. ഇല്ലെങ്കിലേ അതൊരു മോശമാണ്. ഇവിടെ മൃഗങ്ങളൊക്കെ കണ്ടമാണ്ട് കേട്ടോ. എന്തൊക്കെയോ വെള്ളം കുടിച്ച് പോണ്ട് വിടണം. വള്ളടിക്കാര വിഹാര കേന്ദ്രം കേട്ടോ. സൂപ്പറാട്ടോ. അവിടെ ഇരുന്നിങ്ങനെ അടിച്ചവർക്ക് നല്ല മട്ടാണ്. അല്ലാത്തവർ കട്ടക്കാലമാണ്. നിങ്ങളേ ദയവ് ചെയ്ത് നെടുങ്കാലത്തേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വരണ്ട. വെറുതെ ആ പൈസ കളയണ്ട. ആ പൈസക്ക് ഒരു പെട്ടിച്ചോറ് നോളി വീങ്ങാണ്ട് നെയ്ച്ചോറും പീസ് നിന്നാ കിട്ടും. അപ്പോൾ നിങ്ങളൊക്കെ നെടുങ്കാലത്തേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വരണ്ട. ഒരു അഭിപ്രായം കേട്ടോ. ഇവിടെ വന്നിട്ട് എന്താ കാര്യം എന്താ? ആ കാട്ടുകൂടെ ഇങ്ങനെ ഏകദേശം ഒരു 4-5 കിലോമീറ്റർ പോയി ഡോസൻ്റെ ശ്മശാനം കണ്ട് മടങ്ങിപ്പോരാ. ഓനിവിടെ വന്ന് പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരനല്ലേ, ഓനിങ്ങനെ ഈ പാലൊക്കെ ഉണ്ടാക്കി. പിന്നെ അവിടെ ഇങ്ങനെ നടന്ന് ഓൻ ജോലി എടുത്ത് ഓനങ്ങനെ മരിച്ചു. എന്നിട്ട് അതിങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടാക്കിയാണ്ട് അത്രേ ഉള്ളൂ ഇവിടെ. അല്ല അപ്പോൾ അത് കാണാത്ത ഇടങ്ങാറേ വേണ്ട. ഈ ഒരു സമയത്ത് ഇപ്പോൾ ഏപ്രിലാട്ടോ, നല്ല ചൂടാ. വെള്ളക്കുപ്പിയൊന്നും ഇല്ലാതെ ഈ ബൈക്ക് വരേ വേണ്ട. അല്ലെങ്കിൽ വെള്ളം എന്ന് ചത്തിട്ട് കാല പോയിക്ക് ഏതെല്ലാം ഇറങ്ങാനാക്കൂല. അല്ലെങ്കിൽ ഈ വെള്ളയിലും കുടിച്ചാൽ അതുപോലെ ആക്കൂല. ഇപ്പോൾ ഞാൻ നേഴ്സായി ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ അതൊക്കെയാണ് കഥ കേട്ടോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യലേക്ക് ചെയ്യാം. നമ്മൾ ഇനിയും വരും. നമ്മുടെ യാത്രകൾ അവസാനിക്കുന്നില്ല. പിന്നെ ഞാൻ സ്ഥലം വിട്ടു നിർത്തി നിർത്തട്ടോ. നമുക്ക് അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ഫോളോ ചെയ്തേക്ക് ചെയ്യുക. എല്ലാ തേങ്ങാപ്പുണ്ടാക്കും ചെയ്തു കേട്ടോ.